ഒരു വ്യാഴവട്ടത്തിലേറെ നീണ്ട ചോര ചിന്തിയ അധിനിവേശം അവസാനിപ്പിച്ച് അഫ്ഗാനിൽ നിന്ന് US പിന്മാറിയതിന് പിന്നാലെ രാജ്യത്ത് അധികാരം പിടിച്ചെടുത്ത താലിബാനുമായി ഇന്ത്യ കൂടുതൽ അടുപ്പം കാണിച്ചു വരികയാണ്. ദുബായ്, ദോഹ എന്നിവിടങ്ങളിലായി ഇതിനകം ഒന്നിലധികം ഔദ്യോഗിക ചർച്ചകളാണ് ഇന്ത്യയും താലിബാനും തമ്മിൽ നടന്നത്. ഇപ്പോൾ മുംബൈ ആസ്ഥാനമായി താലിബാന്റെ മിഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും ഡൽഹിയിൽ സമ്പൂർണ്ണ എംബസി തുറക്കാനാണ് താലിബാന് ആഗ്രഹം. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി താലിബാൻ ഇന്ത്യക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രമുഖ നയതന്ത്രജ്ഞൻ നജീബ് ഷഹീൻ നയിക്കുന്ന നയതന്ത്രജ്ഞരുടെ പട്ടികയും ഭരണകൂടം ഇന്ത്യക്ക് സമർപ്പിച്ചിട്ടുണ്ട്. താലിബാന്റെ ഖത്തർ ആസ്ഥാനമായുള്ള വക്താവും ഗ്രൂപ്പിന്റെ നയതന്ത്ര രംഗത്തെ പ്രധാന വ്യക്തിയുമായ സുഹൈൽ ഷഹീന്റെ മകനാണ് ഷഹീൻ. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളും എഴുത്തുകാരനുമായ സുഹൈൽ ഷഹീൻ 1990കളിൽ കാബൂൾ ടൈംസിന്റെ എഡിറ്റർ കൂടിയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ താലിബാൻ ഇന്ത്യയിൽ പഠിച്ചു വളർന്ന അഫ്ഗാൻ പൗരനായ ഇക്രാമുദ്ദീൻ കാമിലിനെ മുംബൈയിലെ ആക്ടിംഗ് കൗൺസിലറായി നിയമിച്ചിരുന്നു. ഇന്ത്യയിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള ആദ്യത്തെ നിയമനമാണിത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ അഥവാ സാർക്ക് സ്ഥാപിച്ച ന്യൂഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നതിന് മുമ്പ് കാമിൽ ഇസ്ലാമാബാദിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമം പഠിച്ച ശേഷമാണ് അഫ്ഗാനിൽ പോയത്. പിന്നീട് പുതിയ ദൗത്യവുമായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അതേസമയം താലിബാൻ നാമനിർദ്ദേശം ചെയ്ത ഔദ്യോഗിക പ്രതിനിധിയെ അംഗീകരിക്കുന്നതിൽ ഇന്ത്യക്ക് മടിയുണ്ട്. താലിബാന്റെ അഭ്യർത്ഥന പരിഗണിക്കുന്നതിന് മുമ്പ് കാബൂളിലെ സ്വന്തം എംബസി ഇന്ത്യ വീണ്ടും തുറക്കാനും സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുമായി ഉഭയകക്ഷി ചർച്ചകളും ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് ഇടക്കാല അഫ്ഗാൻ താലിബാൻ സർക്കാരിൻ്റെ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ ഞങ്ങളുടെ നയതന്ത്ര സാന്നിധ്യം വ്യാപിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാന്റെ ചുമതലയുള്ള വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയും തമ്മിൽ കഴിഞ്ഞ മാസം ദുബായിൽ നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അഫ്ഗാനിൽ താലിബാൻ ആദ്യം അധികാരത്തിൽ വന്ന 1996 മുതൽ 2001 വരെയുള്ള കാലത്ത് അവർ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. എന്നാൽ രണ്ടാം വരവിൽ താലിബാൻ ഇന്ത്യയുമായി അടുപ്പം കാണിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് താലിബാനുമായി ബായ് ബായ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. അഫ്ഗാനിലെ ഔദ്യോഗിക സർക്കാരായി മറ്റ് രാജ്യങ്ങളോ ഇന്ത്യ തന്നെയോ താലിബാനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. നിലവിൽ അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി ഏറ്റവും അടുപ്പം കാണിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് ഇന്ത്യ ആശങ്കയോടെയാണ് കാണുന്നത്. എന്നാൽ തഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP എന്ന ഭീകര സംഘടന സമീപകാലത്തായി പാക് മണ്ണിൽ ആക്രമണം നടത്തുന്നതിനെ ചൊല്ലി പാക് സർക്കാരും താലിബാൻ ഭരണകൂടവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പാക് സർക്കാർ നിരോധിച്ച സംഘടനയാണ് TTP. ആക്രമണം നടത്താൻ സ്വന്തം മണ്ണ് ഉപയോഗിക്കാൻ TTPയെ അനുവദിക്കരുതെന്ന് താലിബാന് പല തവണ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് അവഗണിച്ചും ആക്രമണം തുടർന്നതോടെ കഴിഞ്ഞ ആഴ്ച പാക് സർക്കാർ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ താലിബാനുമായി അടുപ്പം ശക്തമാക്കണമെന്നും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരിക്കുന്ന കർക്കശ നിലപാട് ഇന്ത്യ പിന്തുടരുന്നുണ്ടെങ്കിലും തീവ്രവാദവുമായി അഫ്ഗാനെ ബന്ധപ്പെടുത്തിയുള്ള പ്രതികരണങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്താറില്ല. തന്നെയുമല്ല, ലഷ്കർ, ജയ്ഷ് പോലെയുള്ള ഭീകര സംഘടനകളുടെ നേരിട്ടുള്ളതോ പരോക്ഷമായ സാന്നിധ്യം അഫ്ഗാൻ മണ്ണിൽ നിന്ന് അനുവദിക്കില്ലെന്ന ഉറപ്പ് കാബൂൾ ഇന്ത്യക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ഉറപ്പ് പാലിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ തലവേദനകളിൽ ഒന്ന് കുറയും. അഫ്ഗാൻ അതിർത്തി ശാന്തമാവുകയും ചെയ്യും. പാക് അധിനിവേശ കാശ്മീരിലെ 100ലേറെ കിലോമീറ്റർ നീളത്തിൽ അഫ്ഗാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. 5 കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ പ്രധാനമായുമുള്ളത്. ഒന്ന്, താലിബാനെ അംഗീകരിച്ച പാകിസ്ഥാനെ താലിബാനുമേൽ പിടിമുറുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയ ഭീഷണിയാകും. 2, പശ്ചിമേഷ്യയിലെ തുടർച്ചയായ രക്തച്ചൊരിച്ചിൽ കാരണം ഇറാൻ ദുർബലമായി വരുന്നു എന്നതാണ്. 3, വൻശക്തിയായ റഷ്യക്ക് ഉക്രൈനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇക്കാരണത്താൽ മറ്റു പ്രശ്നങ്ങളിൽ തലയിടാൻ സമയമില്ല. 4, ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയതോടെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമമാണ് ഇന്ത്യയെ പുതിയ ഒരു ശക്തിയുമായി കൂട്ടുചേരാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. 5ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. താലിബാനുമായി അടുക്കാനുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അംബാസഡർമാരെ കൈമാറ്റം ചെയ്ത് ചൈന അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴേ സ്വാധീനം ചെലുത്തി വരികയാണ്. ഇതും ഇന്ത്യയെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.